പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ നമ്മൾ കമ്പത്തെത്തിയായിരുന്നു. 7 മണിയോടുകൂടിയാണ് 6:45 കമ്പത്തെത്തിയത്. എത്തി നമ്മൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് കയറി. അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പാഞ്ഞു കയറി സന്തോഷത്തോടു കൂടി അവിടെ എല്ലാം കണ്ടു. മുന്തിരിയൊക്കെ പറിക്കുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ആരും പറിച്ചും തിന്നുമൊന്നുമില്ല. അവിടെ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ തന്നെ മുന്തിരിയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ കിട്ടുമായിരുന്നു, ജ്യൂസ് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചെല്ലാവരും. പിന്നെ അവിടെ സാമ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പകൽ മാത്രമേ ഉള്ളൂ, രാത്രിയിലൊന്നുമില്ല. അത് മുഴുവൻ കഴിഞ്ഞായിരുന്നു. പിന്നെ എല്ലാവരും അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. മാങ്ങ അവിടെ ഒത്തിരി വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ബിയർ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. കുപ്പിയിലാക്കി സീൽഡ് ബോട്ടിൽ. ഇത് അതിൻ്റെ ആ എൻട്രൻസാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരി പറിക്കണ്ടെന്ന്. കാരണം അവരൊത്തിരി വിഷമൊക്കെ അടിച്ചതായിരിക്കുമല്ലോ. ഇനി എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു. പെണ്ണുങ്ങളെല്ലാം അതിനകത്തെല്ലാം കയറി. അതിനകത്ത് ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരത്തിലുണ്ട്, പക്ഷേ ഞങ്ങൾ അകത്തോട്ടൊന്നും പോയില്ല. എൻട്രൻസിൻ്റെ അവിടെ ആ തൊട്ടടുത്തൊക്കെ ഉള്ളിടത്ത് നിന്ന് ഫോട്ടോസെല്ലാം എടുത്ത് എല്ലാവരും എൻജോയ് ചെയ്തു സന്തോഷത്തോടു കൂടി. മുന്തിരി പറിക്കുന്നതായിട്ടുള്ള ഫോട്ടോസെല്ലാം ഒത്തിരി എടുത്തു. മുന്തിരി വാങ്ങിച്ചു എല്ലാവരും. അവർ 3 കിലോ 5 കിലോ വീതമുള്ള പാക്കറ്റാക്കി തരുമായിരുന്നു. പിന്നെ അങ്ങനെ മുന്തിരിത്തോട്ടം കണ്ടതിലൊരു സന്തോഷം, എല്ലാവർക്കും ആവേശമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്തിരിത്തോട്ടം എല്ലാം കണ്ടു. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മുന്തിരിത്തോട്ടം കാണണമെന്നുള്ളത്. അതൊക്കെ കണ്ടു. പിന്നെ ഇതാണ് മുന്തിരിത്തോട്ടം. സീഡ്ലെസ് ഉണ്ട്, പച്ച മുന്തിരിയുണ്ട്. ഇതവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കടയിൽ ഇത് തൈകൾ ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ. അതൊക്കെ എല്ലാവരും വാങ്ങിച്ചു. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഒരു കപ്പിളാണ്. അവർക്ക് ഒരു പ്രത്യേക ഉപഹാരമൊക്കെ നൽകി അവരെ ആദരിച്ചു. തിരിച്ച് വണ്ടിയിൽ കയറി വീണ്ടും അവിടുന്ന് യാത്രയായി. പഴയ ഫോട്ടോസ് എല്ലാവരും എടുത്ത് കണ്ടു സന്തോഷമായിട്ട്. അവിടുന്ന് സമയം ചിലവഴിച്ചു. പിന്നെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസൊക്കെ ഒത്തിരി പേര് എടുത്തു. മുന്തിരിത്തോട്ടം നമുക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കണ്ടത്. മുന്തിരി ഇങ്ങനെ പഴുത്ത് ഇപ്പം അതിൻ്റെ സമയമായതുകൊണ്ട് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റി. പിന്നെ തിരിച്ച് ഇതാണ് ഞങ്ങളുടെ വണ്ടി. ആ വണ്ടിയിൽ 8 മണിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം.